Hey guys, welcome to a brand new travel episode. അപ്പോൾ ഒരു ഇന്ത്യൻ സിറ്റിയാണ് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഫീച്ചർ ചെയ്യുന്നത്, പൂനെ. അപ്പോൾ എനിക്കിന്ന് കൊച്ചിയിൽ നിന്ന് ഏർലി മോർണിംഗ് ഫ്ലൈറ്റാണുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എയർപോർട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഷോർട്ട് ട്രിപ്പാണ് കേട്ടോ, ലൈക്ക് ഒരു ജസ്റ്റ് ഫോർ എ വീക്കെൻഡ് നമുക്ക് പൂനെ ആ ഒരു സിറ്റിയുടെ ആ ഒരു വൈബും കാര്യങ്ങളും ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, സോ എൻജോയ് ദ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്ലൈ ചെയ്യുന്നത് എയർ ഇന്ത്യയുടെ ഒരു ഏർലി മോർണിംഗ് ഫ്ലൈറ്റിലാണ്. നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് എൻ്റെ കണക്ഷൻ ഉള്ളത് മുംബൈ വഴിയാണ്. പക്ഷേ എനിക്ക് 1 hourൻ്റെ ലേ ഓവർ മാത്രമേ ഉള്ളൂ. ലോകത്ത് മറ്റ് ഏതെങ്കിലും സിറ്റിയിൽ ലാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മുംബൈയിൽ കിട്ടുന്ന ഒരു ഏരിയൽ വ്യൂ കിട്ടുമോയെന്ന് എനിക്ക് അറിയത്തില്ല. വളരെ പാക്ഡ് ആയിട്ടുള്ളൊരു സിറ്റി, അതിൽ നമുക്ക് മോഡേൺ ഒരു മുംബൈനെയും കാണാം. അതുപോലെ തന്നെ നമുക്ക് ആ സ്ലംസും അങ്ങനത്തെ ഒരു സൈഡുള്ളൊരു മുംബൈനെയും കാണാൻ പറ്റും. അപ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഏരിയൽ വ്യൂ ആണ് എപ്പോഴും മുംബൈയിൽ ലാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ മുംബൈയിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ പുതിയ എയർപോർട്ട് വന്നതിന് ശേഷം വന്നിട്ടേ ഇല്ല. പക്ഷേ ഈ പുതിയ എയർപോർട്ട് വന്ന ടൈമിൽ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് ആയിരുന്നു. ഭയങ്കര യുണീക്കായിട്ടുള്ള എന്താ പറയുക, ഡിസൈനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു എയർപോർട്ടാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഭയങ്കര എനിക്ക് തോന്നുന്നു ആ മഹാരാഷ്ട്രീയൻ കൾച്ചർ കംപ്ലീറ്റ് കാണിക്കുന്ന രീതിയിലുള്ള ഒരു എയർപോർട്ടാണ്. പക്ഷേ ഇപ്പം ഇന്ത്യയിൽ ഇതിനെക്കാട്ടിലും വലിയ എയർപോർട്ട്സ് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൂവി ആക്ടേഴ്സിനെ സൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എയർപോർട്ട് മുംബൈ എയർപോർട്ട് ആയിരിക്കും. ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ വിസ്താരയുടെ ഒരു ഹൈദരാബാദ് ഫ്ലൈറ്റിലേക്ക് കുറേ മൂവി ആക്ടേഴ്സൊക്കെ, എനിക്ക് ആരുടെയും പേരൊന്നും അറിയത്തില്ല, അപ്പോൾ ഒത്തിരി പേരിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. So we are landing at the vibrant city of Pune. ഓക്സ്ഫോർഡ് ഓഫ് ദ ഈസ്റ്റ് എന്നറിയപ്പെടുന്ന പൂനെ ഒരു എന്താ പറയുക, എഡ്യൂക്കേഷണൽ ഹബ്ബാണ്. ലൈക്ക് ഇതിപ്പോൾ നമ്മൾ കാണുന്നത് സിംബയോസിസ്, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സിംബയോസിസ് യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ളത്. ഏത് ഫീൽഡിലാണെങ്കിലും, ആർട്ടിസ്റ്റിക്, എൻജിനീയറിങ്, ഫിലിം, നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതൊക്കെ ഇവിടെയാണുള്ളത്. ഇവിടെ ആയിരിക്കും ഞാൻ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇത് വെസ്റ്റേൺ കൊറേഗാവൺ പാർക്കാണ്. അപ്പം ഇനി ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കിനി 1 hour കൂടി ടൈമുണ്ട്. അപ്പോൾ ഞാനെൻ്റെ ലഗേജ് അവിടെ ലീവ് ചെയ്തിട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള മഹാരാഷ്ട്രീയൻ താലി സെർവ് ചെയ്യുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. സോ ദിസ് ഇസ് കോൾഡ് ശബരി റെസ്റ്റോറൻറ്റ്. ഇത് ഇവിടെ ഒത്തിരി ആൾക്കാർക്കും അറിയാവുന്നതാണ്. വളരെ ഹൈലി റേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പൂനെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ മഹാരാഷ്ട്രൻ സ്പെഷ്യാലിറ്റി താലി കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. ദിസ് ഈസ് വെരി സിമിലർ ടു രാജസ്ഥാനി അല്ലെങ്കിൽ ഗുജറാത്തി താലി, പക്ഷേ ടേസ്റ്റ് വൈസ് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഷസും ചട്നീസും ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇതിൻ്റെ ഹൈലൈറ്റ് വാസ് ആംറസ് സ്വീറ്റ് ആയിട്ടുണ്ടായിരുന്നു, ദോക്ല, പിന്നെ അതുപോലെ തന്നെ ഗുലാബ് ജാമുൻ, അങ്ങനെ കുറേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങളുണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. തൊട്ടടുത്ത് തന്നെ ഒരു പാനിൻ്റെ ഒരു ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ച് ഹോട്ടലിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. ഹേയ് ഗായ്സ്, അപ്പോൾ ഞാനിപ്പോൾ ഒരു ലോഞ്ച്, നമ്മളുടെ ഹോട്ടലിലൊരു ലോഞ്ച് ഉണ്ട്. എനിക്കിവിടെ ലോഞ്ച് ആക്സസ് റൂമാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവനിങ്ങിൽ നമുക്ക് എന്താ പറയുക, സ്നാക്സും അതുപോലെ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോഞ്ച് യൂസ് ചെയ്യാം. ഒരു ലൈറ്റ് ഡിന്നർ പോലത്തെ ഒരു ബുഫേ ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കോംപ്ലിമെൻ്ററി ആണ്. ഇറ്റ് കംസ് അലോങ് വിത്ത് ദ റൂം. സോ ഇതൊക്കെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പാസ്ത, അതുപോലെ തന്നെ ചീസ്, കുറച്ച് സ്റ്റാർട്ടേഴ്സ്. എനിക്ക് ഡിന്നറിന് ആക്ച്വലി ഇത് തന്നെ ധാരാളമായിരുന്നു. അപ്പോൾ മോർണിംഗ് ആയിട്ടുണ്ട്. പുറത്ത് പോകാൻ വേണ്ടി ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റിന് പോകണം. കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ റൂം ടൂറൊക്കെ ഞാൻ ഇതിനകത്ത് പിന്നീട് കാണിക്കാം. അപ്പോൾ ഇന്ന് എനിക്ക് ആക്ച്വലി ഇവിടെ 1.5 ഡേയ്സേ ഉള്ളൂ. അപ്പം ഞാൻ മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻസ് ഒക്കെ കവർ ചെയ്യണം. കൂടുതലും ഫുഡൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വ്ളോഗായിരിക്കും. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു വൈബുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. രാവിലെ റെസ്റ്റോറൻറ്റ് അടുത്ത് വന്നപ്പോൾ തന്നെ ഫ്ലൂട്ടൊക്കെ ലൈവ് ഉണ്ടായിരുന്നു. ഒത്തിരി ഡിഷസ് ഉള്ള ഒരു വലിയൊരു ബുഫേ ആയിരുന്നു. പക്ഷേ എനിക്ക് കഴിക്കാൻ അപ്പറ്റൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് സാധനങ്ങൾ മാത്രം. നമ്മുടെ നല്ല ചൂടുള്ള ദോശയും അതുപോലെ തന്നെ പിന്നെ പൊറാട്ടാസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവിങ് വിത്ത് വിഷു ക്യാരി. അപ്പോൾ നമ്മളിപ്പോൾ പൂനെ സിറ്റിയിലാണ്, മഹാരാഷ്ട്രയിലുള്ള പൂനെ സിറ്റിയിലാണ് ഉള്ളത്. അപ്പോൾ ഇൻ്റർനാഷണൽ മാത്രമല്ല, നമ്മൾക്ക് ഇന്ത്യൻ സിറ്റീസും അതുപോലെ തന്നെ ഇന്ത്യൻ ഡെസ്റ്റിനേഷൻസും നമ്മൾ കവർ ചെയ്യണം. നമ്മൾ ഓൾറെഡി ഹൈദരാബാദ് അതുപോലെ തന്നെ ബാംഗ്ലൂർ വ്ളോഗ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ ചാനലിൽ. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നേക്കുന്നത് പൂനെയിലാണ്. അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് പറഞ്ഞു ലൈക്ക് നല്ലൊരു വൈബുള്ള നല്ലൊരു ചെറിയൊരു സിറ്റിയാണ്. അപ്പോൾ അങ്ങനെ പൂനെയിൽ ഒരു ജസ്റ്റ് ഫോർ 2 days ഞാൻ സിറ്റി മാത്രം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. ഇപ്പം ഞാൻ താമസിക്കുന്നത് ഇവിടെ തന്നെ ഹാർട്ട് ഓഫ് ദ സിറ്റി കൊറേഗാവൻ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്താണ്. ഇവിടെ വെസ്റ്റിൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. ഇത് നമ്മുടെ മാരീഡ് ബോൺവോയിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എനിക്ക് മാരീഡ് ബോൺവോയ് മെമ്പർഷിപ്പ്, ഞാൻ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് മാരീഡ് ബോൺവോയുടെ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ സെക്കൻഡ് ഡേ ഓഫ് പൂനെ ട്രാവലാണ്. ഇന്നലെയാണ് ഞാനിവിടെ എത്തിയത്. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്ലൈറ്റ് കണക്ഷൻ മുംബൈ വഴിയായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്ത് ഞാൻ പുറത്തൊരു അടിപൊളി, ഞാൻ ഭയങ്കര റിവ്യൂസൊക്കെ കണ്ടൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മഹാരാഷ്ട്രൻ താലി. അപ്പോൾ അതിൻ്റെ വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. ഇന്നിപ്പോൾ സിറ്റിയിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും ഇവിടെ കൂടുതലും നമ്മൾക്ക് ആ ഒരു ഫുഡ് കൾച്ചർ അതുപോലെ തന്നെ സ്ട്രീറ്റ് ഫുഡ് കൂടുതലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. പിന്നെ കുറച്ച് നല്ല ടെമ്പിൾസൊക്കെ ഉണ്ട്. പറ്റുകയാണെങ്കിൽ ടെമ്പിൾസൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം. അതൊക്കെയാണ്, അല്ലാതെ വലിയ പരിപാടിയൊന്നുമില്ല. പിന്നെ ഈ പ്രോപ്പർട്ടി ആസ് സച്ച് തന്നെ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. ലോഞ്ച് ആക്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് ഒരു അടിപൊളി വ്ളോഗായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പ്ലീസ് ഡു വാച്ച് ദ എൻറ്റയർ വ്ളോഗ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വ്യൂസൊക്കെ കൂടി വരുന്നുണ്ട്. ആൻഡ് ഐ എം റിയലി താങ്ക്ഫുൾ ദാറ്റ് യു ആർ വാച്ചിങ് കൺസിസ്റ്റൻ്റ്ലി. കീപ് വാച്ചിങ്. ഇതിപ്പോൾ എൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഒരു യൂട്യൂബ് ഫാമിലി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവരും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മേക്ക് യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിനി ഒത്തിരി ട്രാവൽ കണ്ടൻറ്റ് ചെയ്യാനുണ്ട്. സോ ഐ ഹോപ്പ് പൂനെ നല്ലതായിരിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ സിറ്റി ഒന്ന് കാണിച്ചു തരാം. സോ ഇതെൻ്റെ റൂമിൽ നിന്നുള്ള ഒരു ബാൽക്കണിയാണ്, വലിയൊരു ബാൽക്കണി ഏരിയ. പക്ഷെ നമുക്കിവിടെ പുറത്തൊന്നും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഭയങ്കര വെയിലും ഭയങ്കര ചൂടുമാണ് കേട്ടോ. നല്ല പൊളിയോട്ടടുമാണ്. ഇതാണ് പൂനെ സിറ്റി. അപ്പോൾ ഹാർട്ട് ഓഫ് ദ സിറ്റിയിലാണ് ഞാൻ താമസിക്കുന്നത്. ഈ പ്രോപ്പർട്ടി കൊറേഗാവൻ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു റിവറുണ്ട്. റിവറിൻ്റെ 2 സൈഡുമായിട്ട് ഇങ്ങനെ സിറ്റിയുണ്ട്.
ഒരു പീസ്ഫുൾ സിറ്റിയാണ് കേട്ടോ. പക്ഷേ ഭയങ്കര ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു റോങ് ടൈമാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നല്ല ചൂടും കാര്യമൊക്കെയാണ്. എന്നാലും വരാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല കുറേ സ്വീറ്റ് ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളുടെ ഈ മുംബൈയിലും അതുപോലെ നോർത്ത് ഇന്ത്യയിലൊക്കെ കിട്ടുന്ന സ്വീറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഈ സ്വീറ്റ് ബോക്സസിൽ വരുന്നത് അത് ചിവിട എന്ന് പറഞ്ഞ സാധനം, അതൊക്കെ ഇവിടെ ഭയങ്കര പോപ്പുലറാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് പോകണം. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്ന് കൂടുതലും മിക്കവാറും ഒരു ഫുഡ് ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ റിവ്യൂസ് കണ്ടേക്കുന്നതും ഫുഡിനെ കുറിച്ചുള്ള റിവ്യൂസാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല ഈറ്ററീസ് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. കുറേ നല്ല ബേക്കറീസ് ഒക്കെ ഉണ്ടെന്നാണ് കേട്ടത്. നമ്മൾ പണ്ട് എന്തോ ഒരു ടെറർ അറ്റാക്ക് ഒക്കെ നടന്ന സമയത്ത് ഉള്ള ഒരു ജർമ്മൻ ബേക്കറീസ് ഇല്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഇവിടെയാണുള്ളത്. പറ്റുകയാണെങ്കിൽ അതൊക്കെ കാണണം. പിന്നെ ബിറ്റ് ഓഫ് ഷോപ്പിംഗ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വലിയൊരു ട്രാവൽ കണ്ടന്റ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നമ്മളൊരു സിറ്റി ബ്രേക്കിന് വരുമ്പോൾ എങ്ങനെയായിരിക്കും അതായിരിക്കും ഇവിടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഡു എൻജോയ് ദ വ്ളോഗ്. സ്റ്റേ. ഇപ്പം ഞാൻ പോകുന്നത് സരസ്ബോഗ് ടെമ്പിളിലേക്കാണ്. ഇതൊരു സിദ്ധി വിനായക് പ്രതിഷ്ഠ, ഗണപതിയുടെ ഒരു പ്രതിഷ്ഠയുള്ള ഒരു ടെമ്പിളാണ്. ഒത്തിരി ഹിസ്റ്റോറിക്കൽ റെലവൻസ് ഉള്ള ഒരു ടെമ്പിളാണ്. നമ്മുടെ ഈ മറാത്താസിൻ്റെയും പേഷ്വാസിൻ്റെയൊക്കെ ഹിസ്റ്ററി നോക്കിയാൽ അതിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു റോളുള്ളൊരു ടെമ്പിളാണ്. ഇവിടെ ടെമ്പിളിനകത്ത് നമ്മൾക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ആ പ്രിമൈസസും അതിൻ്റെ ഒരു കുറച്ച് വിഷ്വൽസും ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റിലാണ് ടെമ്പിൾ ഉള്ളത്. ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ കാണാം, ഒരു ഗണേഷ് ടെമ്പിളാണ്. അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഉബറൊക്കെ പിടിച്ച് ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗണേഷ് ടെമ്പിൾ, ഒത്തിരി റിവ്യൂ ഒക്കെ കണ്ടൊരു ഗണേഷ് ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട് വന്നത്. രാവിലെ വരണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ നടന്നില്ല. നല്ല ഉറക്കമായിരുന്നു, ലേറ്റായിപ്പോയി. അപ്പോൾ ഇവിടെ 12 മണി വരെ ഓപ്പൺ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പോയി നോക്കാം. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നല്ല സ്ട്രീറ്റ് സൈഡ് സ്റ്റോർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓഫറിംഗ് टेम्पल हाउ मच 60 हाँ ओके ये पेड़ा चाहिए ये टेम्पल के लिए है ना हाँ गणेश जी मंदिर है अंदर ये ऑफरिंग है हाँ उस देना हम दे सकते हैं ब्राह्मण रहते हैं अंदर हाँ ओके उनका हाथ में देना हाँ ये पेड़ा 30 हाँ എൻ്റെ ഹിന്ദി കേട്ട് നിങ്ങളാരും ഞെട്ടരുത്. എൻ്റെ ഹിന്ദി ഭയങ്കര ഹൊറിബിളാണ്. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാമെന്നേ ഉള്ളൂ. ടെമ്പിളിനകത്ത് നമുക്ക് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അപ്പം ഞാൻ അകത്ത് പോയി ആ ഓഫറിങ്സ് കൊടുത്തു. അവർ പൂജയൊക്കെ ചെയ്ത് നമുക്ക് പ്രസാദമായിട്ട് ഈ പൂമാലയും അതുപോലെ തന്നെ കുറച്ച് പേട ഒക്കെ, അതാണ് അവരുടെ പ്രസാദം കേട്ടോ. അപ്പോൾ അതൊക്കെ തിരിച്ചു തന്നു. അപ്പോൾ അമ്പലത്തിൽ പോയി ഈ പൂവൊക്കെ ഇങ്ങനെ പ്രസാദമായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഒരു ഫേമസ് ഒരു സ്ട്രീറ്റ് ഉണ്ട്, കുറേ സ്റ്റോഴ്സും അതുപോലെ തന്നെ ഫുഡ് ഓപ്ഷൻസ് ഒക്കെ ഉള്ള സ്ഥലം. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് ഒരു ഓട്ടോ എടുത്തേ പോകാൻ പറ്റത്തുള്ളൂ. ഇറ്റ്സ് ലൈക്ക് എ വെരി ബിസി പ്ലേസ്. അപ്പം നമ്മൾ ക്യാബൊന്നും എടുത്തു കഴിഞ്ഞാൽ അവർ വരത്തില്ല എന്നാണ് പറയുന്നത്. സോ അങ്ങോട്ടേക്ക് പോവാം. ഇനി പോകുന്നത് ബാജിറാവോ റോഡ് ശനിവാർപേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ ഒത്തിരി നല്ല സ്ട്രീറ്റ് ഷോപ്സ് ഉണ്ട്. കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു ഓട്ടോ റൈഡിന് പോകുന്നത്.
ഇങ്ങനെ പണ്ട് തൊട്ടേയുള്ള കുറേ കുഞ്ഞ് നല്ല സ്റ്റോഴ്സ് ഉണ്ട്. ലോക്കൽ സ്വീറ്റ്സും അതുപോലെ തന്നെ ലോക്കൽ ഇങ്ങനത്തെ സ്നാക്സ് ഡെലിക്കസീസൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ചിവിടയുണ്ട്, അതുപോലെ തന്നെ പല ടൈപ്സ് ഓഫ് പാപ്പഡ്സ്, ഫ്രൈംസ്, അതുപോലെ തന്നെ കൊക്കും ജ്യൂസ്, സിറപ്പ്, അങ്ങനത്തെ കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇവിടെ കിട്ടും. നല്ല ഫ്രഷ് ചിപ്സ് ഒക്കെ കിട്ടുന്ന സ്റ്റോഴ്സും ഉണ്ട്. സോ ദിസ് വൺ ഇസ് ഫോർ അമ്മ. ഇപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറയുന്നത് പണ്ട് അമ്മ മുംബൈയിൽ താമസിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ഷുഗർ കെയിൻ ജ്യൂസസ്. അപ്പോൾ ഇവിടെ ഒരു ഷുഗർ കെയിൻ ജ്യൂസ് മാത്രം കിട്ടുന്ന ഒരു ഷോപ്പിൽ വന്നേക്കാണ്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഷുഗർ കെയിൻ ജ്യൂസ് ട്രൈ ചെയ്യാൻ പോവാണ്. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഈ ഷുഗർ കെയിൻ ജ്യൂസൊക്കെ ഇങ്ങനെ ഫ്രഷായിട്ട് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ഇതിവിടുത്തെ പോപ്പുലർ ആയിട്ടുള്ള ചിറ്റാലെ ബന്ധു മിഠായിവാല ഷോപ്പാണ്. ഇവർക്ക് ഒത്തിരി ഔട്ട്ലെറ്റ്സ് ഉണ്ട്, പക്ഷേ ഇതാണ് ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ വൺ. അപ്പോൾ ഇവർ പറയുന്നത് ഇതിൽ ചില ഐറ്റംസ്, അപ്പോൾ ഞാനിങ്ങനെ 2 ബോക്സ് എടുത്ത് അതിൽ ഇങ്ങനെ അസോർട്ടഡ് ആയിട്ട് ഫില്ല് ചെയ്യാണ്. അപ്പോൾ ചില സാധനങ്ങളൊക്കെ ഇവിടെ ഭയങ്കര ടേസ്റ്റാണ്, പക്ഷേ നമ്മൾക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു മാക്സിമം 1 day 2 days ഒക്കെ നിൽക്കുള്ളൂ. കൂടുതലും അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ കുറച്ചും കൂടെ ഡേയ്സ്, ഒരു 10 ദിവസം വരെയൊക്കെ നിൽക്കുന്ന സാധനമാണ് ഞാനിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെ നല്ല ടേസ്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കഴിച്ചതൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു, പക്ഷെ അതൊക്കെ ഷോർട്ട് ലിവ്ഡ് ആണ്. ഇവിടെ എന്ത് തിരക്കാണെന്ന് നോക്കിക്കുക, ഫുൾ റഷാണ് കേട്ടോ ഇവിടെ. കണ്ടിട്ട് എന്താ മേടിക്കേണ്ടതെന്ന് അറിയത്തില്ല, അത്രമാത്രം ഓപ്ഷൻസ് ഉണ്ട്. എൻ്റെ ബോക്സിലെ സാധനങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പിസ്ത മാക്സിമം കളർഫുൾ ആക്കാൻ നോക്കുകയാണ്. ऑरेंज वाला ഇതിവിടുത്തെ ഒരു ഫേമസ് ഡ്രിങ്കാണ്, കോക്കും ജ്യൂസാണ്. നമ്മുടെ കൊടംപുളി ഫ്രൂട്ടായിരിക്കുമ്പം അത് വെച്ചുണ്ടാക്കുന്ന ഒരു ജ്യൂസാണ് കേട്ടോ. തിരിച്ച് ഹോട്ടലിൽ വന്നു, ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യണം. ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ബേക്കറി ഉണ്ട്. അപ്പം എൻ്റെ അടുത്ത് റിസപ്ഷനിലുള്ള കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ 5 മണിക്ക് മുന്നേ ചെന്നാലേ നമുക്ക് അവിടെ എന്തെങ്കിലും കിട്ടുള്ളൂ. ഖയാനി ബേക്കറിയാണ്, ഭയങ്കര ക്യൂ ആണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒന്ന് പോകണം. ഇതാണ് ഫേമസ് ഖയാനി ബേക്കറി. ഇതൊരു കൊളോണിയൽ എറ ബേക്കറിയാണ്. ഇത് പാരീസ് ടൗൺ എന്ന് പറഞ്ഞ ഏരിയയിലാണ് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്. ഇതിന് വേറെ ബ്രാഞ്ചസ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര അധികം ക്യൂ ഉണ്ട്. ചില സമയത്തൊക്കെ നമുക്ക് എത്ര നേരം ക്യൂവിൽ നിന്നാലും ഇവിടുന്ന് കിട്ടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അകത്ത് കയറിയാലും ഭയങ്കര തിരക്കാണ്. ഇവിടെ മെയിനായിട്ടും ഇവരുടെ കുറേ കുക്കീസുണ്ട്. ആ കുക്കീസ് മേടിക്കാനാണ് കേട്ടോ. കുക്കീസും മാത്രമല്ല, അല്ലാതെ മാവ കേക്ക്, പിന്നെ ബ്രെഡ്സ്, അപ്പോൾ ഇതൊക്കെ ഭയങ്കര പോപ്പുലറാണ്. പണ്ട് തൊട്ടേ പോപ്പുലറായിട്ടുള്ളൊരു ഷോപ്പാണ് ഖയാനി ബേക്കറി. ഖയാനി ബേക്കറിയിൽ നിന്ന് എന്തായാലും കുറച്ച് കുക്കീസൊക്കെ മേടിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ക്വാളിറ്റി ഐസ്ക്രീം ഉണ്ടല്ലോ, അവരുടെ ഫസ്റ്റ് റെസ്റ്റോറൻറ്റ്. ഇതൊരു ഐക്കോണിക് ബിൽഡിംഗ് ആണ് ഇവിടുത്തെ. ഭയങ്കര ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറേ ബിൽഡിങ്സ് ഉള്ളൊരു സ്ട്രീറ്റിലാണ് ഇതും ഉള്ളത്. പക്ഷേ ഈ ക്വാളിറ്റി ഐസ്ക്രീംസിൻ്റെ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ഫങ്ഷനിങ് അല്ല. ഇത് കുറേ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ക്വാളിറ്റി വാൾസ് ആയി മാറിയതിന് ശേഷം ഇത് അടച്ചിട്ടേക്കാണെന്ന് തോന്നുന്നു.
പെട്ടെന്ന് ഭയങ്കര കൊടുങ്കാറ്റും എന്തൊക്കെയോ സ്കാരി. ഓട്ടോയും കിട്ടുന്നില്ല. അവിടെ ഖയാനി ബേക്കറി കണ്ടില്ലേ, ഭയങ്കര ക്രൗഡഡാണ്. അപ്പോൾ അവിടെ വന്ന് അവിടുന്ന് പുറത്തിറങ്ങി ഊബറൊക്കെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, എല്ലാം റൈഡൊക്കെ ക്യാൻസൽ ആക്കുക. ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോയും കിട്ടുന്നില്ല. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ മിഡിൽ ഓഫ് നോവെയർ ഇങ്ങനെ നിൽക്കുകയാണ്. നോക്കാം, ഭയങ്കര കാറ്റുണ്ട്, അതുപോലെ ഒരു മഴക്കാറും ഉണ്ട്, ഒരു ഓട്ടോ ഉണ്ട്. സോ ഇത് നമ്മൾ ഖയാനി ബേക്കറിയിൽ നിന്ന് മേടിച്ച ഒരു കേക്കാണ്, മാവ കേക്ക് എന്ന് പറയും. ഇവിടുത്തെ ഭയങ്കര ഫേമസ് സംഭവമാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഭയങ്കര കൊടുങ്കാറ്റും എന്തൊക്കെയോ ആണ് കേട്ടോ. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഓട്ടോയിൽ പോകുന്നത് റോളർ കോസ്റ്റർ റൈഡ് പോലെയാണ് കേട്ടോ. സിഗ്നലൊക്കെ വെട്ടിച്ച് അങ്ങനെയൊക്കെ ഇവിടെ പോയിക്കൊണ്ടിരിക്കണം. മഹാരാഷ്ട്ര വരെ വന്നിട്ട് നമ്മൾ ചാട്ടൊക്കെ കഴിക്കാണ്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ മോശമല്ലേ? അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വെജ് റെസ്റ്റോറൻറ്റിലാണ് ഞാൻ വന്നേക്കുന്നത്. വൈശാലി എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ കുറേ ബൗൺസേഴ്സൊക്കെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ അത്രയും തിരക്ക് വരുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ മെയിനായിട്ടും കുറേ ടൈപ്സ് ഓഫ് സാൻഡ്വിച്ചസ്, ചാട്ട്, അതുപോലെ തന്നെ കുറച്ച് ടൈപ്സ് ഓഫ് ദോശ, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ സംഭവങ്ങൾ. അപ്പം ഔട്ട്ഡോർ ഡൈനിങ് ആണ്, അതുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആണ്. നല്ല കോഫി ഉണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ആദ്യം ഇരുന്ന സ്ഥലത്തു നിന്ന് മാറിയൊക്കെ ഇരിക്കേണ്ടി വന്നു. പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ച ഏറ്റവും ബെസ്റ്റ് ദഹി പൂരി ഇവിടെ ആയിരുന്നു. ഇറ്റ് വാസ് റിയലി നൈസ്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് ഒരു ഫ്രൂട്ട് കസ്റ്റേർഡ് വിത്ത് ജെല്ലിയാണ് കേട്ടോ. വണ്ടർഫുൾ. ഇന്നലെ നമുക്ക് റൂം ടൂർ ചെയ്യാൻ പറ്റിയില്ലല്ലോ, അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ റൂം നിങ്ങളെ കാണിച്ചു തരാം. ഇതൊരു ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഇതൊരു സ്വീറ്റ് റൂമാണ്, എനിക്ക് അപ്ഗ്രഡേഷൻ കിട്ടിയതാണ്. ഇവിടെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ചെറിയൊരു പൗഡർ റൂമുണ്ട്. അതല്ലാതെ ഒരു മെയിൻ വലിയൊരു ടോയ്ലറ്റ് ഉണ്ട് വിത്ത് ബാത്ത് ടബ് ആൻഡ് ഓൾ ദാറ്റ്. ഇവിടെ ഡൈനിങ് ആൻഡ് ലിവിങ് ഒന്നിച്ചാണ്. വലിയൊരു സ്പേസാണ്. അതുപോലെ തന്നെ നല്ല മിററുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു പാൻട്രി സ്പേസിൽ നമുക്ക് നമ്മുടെ കോഫി മെഷീനും അതുപോലെ തന്നെ ചെറിയൊരു വാഷ് കൗണ്ടർ ആൻഡ് ഫ്രിഡ്ജും ഒക്കെ ഉണ്ട്. ഇതാണ് ബെഡ്റൂം. ഭയങ്കര സ്പേഷ്യസ് ആണ്, നല്ല കംഫർട്ടബിൾ ബെഡും ആയിരുന്നു. അപ്പോൾ ബെഡ്റൂമിൽ നിന്നും നമുക്ക് നമ്മുടെ ടോയ്ലറ്റിലേക്ക് എൻട്രൻസ് ഉണ്ട്. സോ ടോയ്ലറ്റിന് ഹ്യൂജ് ആണ്, കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഓവറോൾ എ റിയലി നൈസ് സ്പേസ്. സോ നെക്സ്റ്റ് ഡേ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിന് വന്നേക്കാണ്. ഇന്നലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞാനങ്ങനെ വലുതായിട്ട് കഴിച്ചൊന്നുമില്ല. അപ്പം ഇന്നിപ്പം പക്ഷേ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. കൂടുതലും ഇവിടുത്തെ ലോക്കൽ ക്യൂസീൻ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. എനിക്ക് ഇവിടെ കുറേ നമ്മുടെ ലോക്കൽ ഐറ്റംസ് കാണാൻ പറ്റി. നമ്മുടെ പാവ് ബജി, അതുപോലെ തന്നെ കുറേ ടൈപ്സ് ഓഫ് സ്നാക്സ്, പക്കോഡാസ്, അപ്പോൾ അങ്ങനെ കുറേ. സോ ഇവിടെ നമ്മൾ പല ടൈപ്പ് ഓഫ് ബുഫേസും കണ്ടിട്ടുണ്ട്. സോ ഇവരിങ്ങോട്ട് വന്ന് പറഞ്ഞു നല്ല മാംഗോസ് ഉണ്ടെന്ന്. അപ്പോൾ ആ മാംഗോസ് ശരിക്കും ഇങ്ങനെ രാവിലെ നല്ല ഫ്രഷ് മാംഗോസ് ഇതുപോലെ സ്ലൈസ് ചെയ്ത് എവിടെ കൊണ്ടുതരും. വെരി ഡിഫറെൻറ്റ് റൈറ്റ്? ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ തിരിച്ച് കൊച്ചിനിലേക്ക് പോവാണ്. ചെക്ക് ഔട്ട് ടൈം ആയിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഫ്ലൈറ്റ് ഈവനിങ്ങിലേ ഉള്ളൂ. സോ ഞാൻ ചെക്ക് ഔട്ട് ചെയ്ത് ലഗേജൊക്കെ ഇങ്ങനെ നമ്മളുടെ ലെഫ്റ്റ് ലഗേജിൽ വെച്ചിട്ട്, ഹോട്ടലിൽ തന്നെ ലെഫ്റ്റ് ലഗേജിൽ വെച്ചിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു മോളുണ്ട്, പറ്റുവാണെങ്കിൽ അങ്ങോട്ട് പോകണം. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കും. ഇപ്പോൾ ആഫ്റ്റർനൂൺ ആയിട്ടുണ്ട്. ഇനി ഒരു 2 hours, 2.5 hours കൂടെ കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. 6:55 എൻ്റെ ഫ്ലൈറ്റ്. ബാംഗ്ലൂർ കണക്ഷനാണ്.
പൂനെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ എന്താ പറയുക ഒത്തിരി എക്സ്പ്ലോർ ഒന്നും ചെയ്യാനുള്ള സിറ്റി അല്ല, പക്ഷേ ഐ തറലി എൻജോയ്ഡ്. നമുക്ക് കുറേ ഫുഡ്, എസ്പെഷ്യലി ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ എന്താ പറയുക നോർത്ത് ഇന്ത്യൻ ഫുഡ് അതുപോലെ തന്നെ സ്വീറ്റ്സ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ സോ ദിസ് വാസ് എ റൈറ്റ് പ്ലേസ്. സോ ഐ ആബ്സല്യൂട്ട്ലി ലവ്ഡ് ഇറ്റ്. നിങ്ങൾക്കൊരു വീക്കെൻഡ് ഇവിടെ വന്ന് ഈസി ആയിട്ട് സ്പെൻഡ് ചെയ്ത് ലൈക്ക് നല്ല ഫുഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് പോകാവുന്നതാണ്. ഡു കൺസിഡർ പൂനെ ആസ് യുവർ നെക്സ്റ്റ് വീക്കെൻഡ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ കൊറേഗാവൻ പാർക്കിൽ തന്നെ ഇവിടെ കോപ്പ മോൾ എന്ന് പറഞ്ഞിട്ടൊരു നല്ലൊരു മോളുണ്ട് കേട്ടോ. അധികം ക്രൗഡൊന്നും ഇല്ലാത്ത എന്നാൽ ഒത്തിരി നല്ല സ്റ്റോഴ്സ് ഉള്ള ഒരു മോളാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേക്കുകയാണ്. ഇഹത്തിനമാരൊക്കെ എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ H&M വന്നപ്പോൾ ഇവിടെ നല്ലൊരു കുട്ടിയെ പരിചയപ്പെട്ടു കേട്ടോ. ഷി വാസ് വെരി ഹെൽപ്ഫുൾ. സാധാരണ നമ്മൾ H&M ഔട്ട്ലെറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ആരും മൈൻഡ് പോലും ചെയ്യാറില്ല. യൂട്യൂബ് Of course. Are you from Pune? You're very helpful. Usually you don't find people in H&M who are very helpful. इस स्टोर में है पॉसिबिलिटी Yeah. क्योंकि फीनिक्स में Because नहीं you are होता there. वैसे या Not in feeling. I am coming to Pune for the first time. Like, you know, I'm traveling. So even in Cochin, like, you know, you hardly get any assistance that way. ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു മോളാണ് കേട്ടോ. ലൈക്ക് കുഞ്ഞു മോളാണെങ്കിലും ഒത്തിരി നല്ല സ്റ്റോഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ എന്തോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ ആക്ടിവിറ്റീസ്, ഇങ്ങനെ ബ്ലോക്സ് വെച്ചിട്ടുള്ള ഗെയിംസ് ഒക്കെയാണെന്ന് തോന്നുന്നു. ലെഗോ പോലത്തെ സംതിങ് ഇസ് ഗോയിങ് ഓൺ. ലെഗോ തന്നെയാണ് കേട്ടോ. സോ നമ്മളിപ്പോൾ എപ്പോഴും ഞാൻ ഫൈനൽ ഡേയിൽ ലൈക്ക് നമുക്കിങ്ങനെ കുറച്ച് സമയം കിട്ടുമല്ലോ, ഹോട്ടലിൽ നിന്നൊക്കെ ചെക്ക് ഔട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് സമയം ഉണ്ടാവും. അപ്പോൾ ആ സമയത്താണ് ഞാൻ എൻ്റെ ലൈക്ക് എന്തെങ്കിലും ചെറിയ ഷോപ്പിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൈം അല്ലാത്ത ടൈം നമുക്ക് എക്സ്പ്ലോറും ചെയ്യാം. ഈ ലാസ്റ്റ് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുന്ന ഒരു ടൈമിൽ നമുക്കിങ്ങനെ ഷോപ്പിംഗ് ചെയ്യാം. ഞാൻ വലുതായിട്ടൊന്നും മേടിക്കുന്നില്ല, പിള്ളേർക്കാണ് മെയിനായിട്ടും ലൈക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച്. തിരിച്ച് ഹോട്ടലിലേക്ക് വന്നു. ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കണം. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഇന്ത്യൻ സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റിൽ വന്നേക്കുകയാണ്. ഇവിടെ ഭയങ്കര നല്ല റിവ്യൂ ഉള്ള റെസ്റ്റോറൻ്റ് കേട്ടോ. ഫൈൻ ഡൈനിങ് ആണ്. അപ്പോൾ ഇവിടെ വന്ന് എന്തെങ്കിലും കഴിക്കാം, ഇന്ത്യൻ ഫുഡ് കഴിക്കാം. അപ്പം അവർ തന്നെ സജസ്റ്റ് ചെയ്തു അവരുടെ ബിരിയാണി അടിപൊളിയാണെന്ന്. അപ്പം അങ്ങനെ ഇവിടുത്തെ ദം ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. സോ ഇതവർ ഒരു പാലറ്റ് ക്ലെൻസർ എന്നും പറഞ്ഞിട്ടൊരു ചെറിയൊരു അപ്പറ്റൈസർ പോലത്തെ സാധനം കൊണ്ടുവന്നാണ്. Thank you so much. This fine? വെസ്റ്റേൺ കൊറേഗാവൻ പാർക്കിൻ്റെ സ്റ്റേ ഓവറോൾ നല്ലതായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഇവരുടെ ഹോസ്പിറ്റാലിറ്റി തന്നെയാണ്. എക്സ്ട്രീംലി ഫ്രണ്ട്ലി ആൻഡ് കേർട്ടിയസ് ആയിട്ടുള്ള സ്റ്റാഫാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ പല പ്രോപ്പർട്ടീസിലും ഇല്ലാത്തൊരു സംഭവം അത് തന്നെയാണ്. അപ്പോൾ പൂനെ എയർപോർട്ടിൽ നമ്മളിതേ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നൊക്കെ പോകണം. കിലോമീറ്റേഴ്സ് നടന്നിട്ടൊക്കെയാണ് പോകുന്നത്. എന്താണെന്ന് അറിയത്തില്ല. ഫ്ലൈറ്റ് ഡിലേഡുമാണ്. ബസ് ആദ്യം ഒരു വട്ടം വന്നിട്ട് പോയി. ഇപ്പം എല്ലാവരെയും അങ്ങോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇന്നിപ്പോൾ ഒരു ഇൻഡിഗോയുടെ ഫ്ലൈറ്റിലാണ് എനിക്ക് കൊച്ചിനിലേക്ക് പോകേണ്ടത്. ബാംഗ്ലൂർ കണക്ഷനാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും പൂനെ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വ്യൂ ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്ന ആൾക്കാർ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഡു ലെറ്റ് മീ നോ യുവർ ഒപ്പീനിയൻ ആൻഡ് കമൻറ്റ്സ്. അപ്പോൾ ദേ നമ്മളുടെ കൊച്ചിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അൺടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ ആൻഡ് ബൈ.